തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് നമുക്കറിയാം ലീഗിന്റെ കോട്ടയാണ്. ഒരുപക്ഷെ ലീഗും BJPയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ കൂടി കാസർഗോഡ് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്കൊപ്പം ഉണ്ട്. അവർ രാവിലെ തന്നെ ക്രിക്കറ്റ് കളിക്കുകയാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്താണ് അവരുടെയൊക്കെ അഭിപ്രായം എന്നൊക്കെ ഇലക്ഷന് യുവാക്കളുടെ പൾസ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റിയ സ്ഥലം തോന്നി. ആരാ ഇഷ്ടമുള്ള ക്രിക്കറ്റർ? രോഹിത് ശർമ്മ. അപ്പൊ എല്ലാ ദിവസവും കളിക്കും. മത്സരം എന്ന് വെച്ചാൽ നല്ല കടുത്ത മത്സരം. ഇത് നിങ്ങൾ ടീമാണോ? അസംബ്ലി പോലെ കടുത്ത മത്സരം. ശരി, എന്താ ടീമിന്റെ പേരെന്താണ്? ഷാഡോ പിന്നെ മലബാർ ഗോൾഡ്. രണ്ട് ടീം തമ്മിലാണ്. പൊതുവെ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാന്ന് ഒരു വിഭാഗം പറയും. പക്ഷെ അത് അങ്ങനെയല്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഈ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയമുണ്ട്. ഇത്തവണ കാസർഗോഡ് ആര് ജയിക്കും? കാസർഗോഡ് UDF അല്ലേ? അത് ഉറപ്പല്ലേ? അതൊന്നൊരു മാറ്റം ഇല്ല. മാറ്റം വേണ്ടാന്നുണ്ടോ? ഒരു മാറ്റം വേണ്ട. ശരി, അപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പക്കാര് തന്നെയാണ്. UDF തന്നെ മതി. ഇവിടെ വികസനം ഉണ്ടോ? വികസനം വരുന്നുണ്ടല്ലോ, ഇനി മാറ്റം വരും. എന്താണ് നിങ്ങൾക്ക് ഒരു മാറ്റം വേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്? നമുക്ക് സ്റ്റേഡിയം പരമായിട്ട് മാറ്റം കുറച്ചുകൂടി മെച്ചപ്പെടണമെന്നുള്ള. മണ്ഡലത്തില് ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റമുണ്ട്, വേണമെന്നുണ്ട്. സർക്കാർ മാറണം. സർക്കാർ മാറണം. മണ്ഡലം UDF തന്നെ നിലനിർത്തണം. അങ്ങനെയാണ്. വ്യത്യസ്ത അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അഭിപ്രായമുള്ളവരുണ്ടോ ഈ മണ്ഡലത്തിൽ? അല്ല, ഇപ്പൊ വികസനം വന്നിട്ടുണ്ടോ? ഇപ്പൊ കാലങ്ങളായിട്ട് ഇവിടെ ലീഗ് ആണല്ലോ UDF. വികസനം വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ. ഇപ്പൊ മാറ്റങ്ങള് വേറെ ആൾക്കാർ വന്നാലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. ആര് വന്നാലും ഇവിടെ ഒരു ആശുപത്രി ഉണ്ടോ? അങ്ങനെ വലിയൊരു പരാതി ഒരുപാട് കാലങ്ങളായി കേൾക്കും. ആശുപത്രി ഉണ്ട്. സംഭവം പുതിയ മെഡിക്കൽ കോളേജിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. അത് പ്രാവർത്തികമായിട്ടാ. ഇനിയുള്ള സർക്കാർ അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം. ഈ ഒരു ജില്ലയിൽ മാത്രമാണ് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്. അത് എന്തായാലും കൊണ്ടുവരണം. ജനങ്ങൾ ഒന്നിച്ചിട്ട് നിന്നാൽ ആ മെഡിക്കൽ കോളേജ് വരുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. മെഡിക്കൽ കോളേജ് വേണം എന്നുള്ള ആവശ്യം അത് എല്ലാവരും തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മംഗലാപുരത്തേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഗൗരവമേറിയ അവസ്ഥകളിൽ അത് നടക്കുന്നില്ല. ആശുപത്രി വേണം എന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതെ, അപ്പൊ വിവിധ അഭിപ്രായങ്ങൾ ഇവർ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രോഗികളെയുമായി യാത്ര മറ്റിടങ്ങളിലേക്ക്, കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അതങ്ങനെ മംഗലാപുരത്തേക്കൊക്കെ പോകേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മളൊരു സ്ഥാനാർത്ഥിയും അത് പറയുന്നുണ്ടായിരുന്നു. ആദ്യ പരിഗണന അതിന് നൽകും എന്നതാണ്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു നമ്മളിപ്പോൾ. ഇനി നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.